നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 9 ഞായറാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഫെഡറൽ സർക്കാർ അമേരിക്കയ്ക്ക് $798 ബില്യൺ കൈമാറും. ഇതിന് പിന്നാലെ രാജ്യത്തെ ആദ്യത്തെ ആണവ അന്തർവാഹിനി കൃത്യസമയത്ത് ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കാൻ യുഎസ് ലക്ഷ്യമിടുന്നതായി യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് വ്യക്തമാക്കി. പെന്റഗണിൽ ഓസ്ട്രേലിയൻ പ്രതിരോധ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ റിച്ചാർഡ് മാർലിസുമായി അവർ കൂടിക്കാഴ്ച നടത്തി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് $3 ബില്യൺ കരാറിനെ പിന്തുണച്ചതായും ഹെഗ്സെറ്റ് പറഞ്ഞു. സ്ത്രീകളുടെ ആരോഗ്യത്തിനായി $573 മില്യൺ ഫണ്ടിംഗ് വാഗ്ദാനവുമായി ആൽബനീസ് സർക്കാർ. ദീർഘകാല ഗർഭനിരോധന മാർഗങ്ങൾ എടുക്കുന്ന സ്ത്രീകൾക്ക് മെഡിക്കെയർ റിബേറ്റുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കും. ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകൾക്ക് ജനറൽ പ്രാക്ടീഷണർ നൽകുന്ന പിന്തുണയും പരിചരണവും ഉയർത്താനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ നടപടിയൊക്കെയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലാണ് സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ. ഓസ്ട്രേലിയൻ ജനതയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം റെക്കോർഡ് സംഖ്യയിലെന്ന കണക്ക്. ദേശീയ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് തുക 2024 ഡിസംബറിൽ മാത്രം $236 മില്യൺ ഉയർന്ന് $17.8 ബില്യൺ. ഡിസംബറിൽ വ്യക്തിഗത ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളിൽ ഓസ്ട്രേലിയക്കാർ $28 ബില്യൺ ചെലവഴിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ ഔദ്യോഗിക വിശകലന കണക്കുകൾ ആണിവ. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ പാർനുലുലു നാഷണൽ പാർക്കിൽ ലക്സറി റിസോർട്ട് നിർമ്മിക്കാൻ അബർക്രോംബി ആൻഡ് കെന്റ് ട്രാവൽ ഗ്രൂപ്പ് പദ്ധതിയിടുന്നു. ബംഗിൾ റേഞ്ച് എന്ന ലോകപ്രസിദ്ധമായ വനമേഖലയിലാണ് നിർമ്മാണം. BSC എന്ന ആദിവാസി സംഘടനയുമായി സഹകരിച്ചാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇതിലൂടെ സന്ദർശകർക്ക് പ്രാദേശിക ആദിവാസി സംസ്കാരവും പൈതൃകവും അനുഭവപ്പെടുന്ന ഒരു വിശിഷ്ടാനുഭവം നൽകാനാണ് ലക്ഷ്യമിടുന്നത്. വടക്കൻ ക്വീൻസ്ലാൻഡിൽ വെള്ളപ്പൊക്കം തുടരുന്നു. പ്രകൃതി ദുരന്തം രൂക്ഷമായതോടെ കൂടുതൽ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഫെഡറൽ സർക്കാർ സാമ്പത്തിക സഹായം വിപുലീകരിച്ചു. 153 മില്ലിമീറ്റർ വരെ മഴ പെയ്തതിനെ തുടർന്ന് കെയ്ൻസ് മുതൽ റോക്ക്ഹാംപ്ടൺ വരെയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഹെർബർട്ട് നദി, ഹംപ്ടൺ നദി, കേപ്പ് റിവർ തുടങ്ങിയ നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നുവെന്നതിനാൽ പ്രദേശത്തുള്ളവർ ജാഗ്രത പുലർത്തണം. ഔരക്കീനിലെ വാട്സൺ നദിക്കരയിൽ ദയാവധത്തിനിരയാക്കിയ പുതലയുടെ ശരീരത്തിൽ മനുഷ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ശനിയാഴ്ച രാവിലെ നടന്ന ഫോറൻസിക് പരിശോധനയിലാണ് മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയതെന്ന് അധികൃതർ അറിയിച്ചത്. അവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഫെബ്രുവരി 1 മുതൽ കാണാതായ 60 വയസ്സുകാരനെ കണ്ടെത്താനുള്ള തിരച്ചിൽ പോലീസും വനപാലകരും ചേർന്ന് നടത്തുന്നുണ്ട്. 1901 ശേഷമുള്ള രാജ്യത്തെ ഏറ്റവും ചൂടേറിയ രണ്ടാമത്തെ വർഷമായിരുന്നു 2024 എന്ന റിപ്പോർട്ട്. ഓസ്ട്രേലിയയിലെ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജിയാണ് ഇത് സംബന്ധിച്ച് പ്രസ്താവന പുറത്തിറക്കിയത്. 1901 മുതൽ ഓസ്ട്രേലിയയിലെ ശരാശരി താപനില 1.51 ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിൽ വർദ്ധിച്ചിട്ടുണ്ട്. 2013 2024 ഇടയിലാണ് രാജ്യം അനുഭവിച്ച ഏറ്റവും ചൂടേറിയ വർഷങ്ങളെന്നും കണക്കുകൾ. ഗാലി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ശ്രീലങ്ക രണ്ടാം ടെസ്റ്റിന്റെ 3-ാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 8 വിക്കറ്റ് നഷ്ടത്തിൽ 211 റൺസ് എന്ന നിലയിൽ 54 റൺസിന്റെ ലീഡാണ് ശ്രീലങ്കയ്ക്ക് ഇപ്പോൾ ഉള്ളത്. കളി അവസാനിക്കുമ്പോൾ കുശാൽ മെൻഡിസ് 48 റൺസുമായി പുറത്താകാതെ നിൽക്കുന്നുണ്ട്. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മാത്യു ഗുഡ്മാൻ, നഥാൻ ലിയോൺ എന്നിവർ യഥാക്രമം 4-3 വിക്കറ്റുകൾ നേടി. അലക്സ് കാരിയുടെയും സ്റ്റീവ് സ്മിത്തിന്റെയും സെഞ്ചുറികളോടെ ഓസ്ട്രേലിയ ഒന്നാം ഇന്നിംഗ്സ് 157 റൺസിന്റെ മികച്ച ലീഡ് നേടിയിരുന്നു. ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐതിഹാസിക വിജയമാണ് പാർട്ടി നേടിയതെന്ന് ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി അദ്ദേഹം വ്യക്തമാക്കി. 70 സീറ്റിൽ 48 സീറ്റുകൾ BJP നേടിയപ്പോൾ ആം ആദ്മി പാർട്ടി 22 സീറ്റിൽ ഒതുങ്ങി. കോൺഗ്രസിന് ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാനായില്ല. എലങ്കൂരിലെ ഭട്ടൂർ വീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് പ്രദീപിന് സസ്പെൻഷൻ. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സായ പ്രദീപിനെ ആരോഗ്യ വകുപ്പാണ് സസ്പെൻഡ് ചെയ്തത്. ആത്മഹത്യ
പ്രേരണ, ഗാർഹിക പീഡനം എന്നീ കുറ്റങ്ങളാണ്